എന്റെ പിന്നിൽ കാണുന്നത് 1 ഏക്കർ സ്ഥലമാണ്. അപ്പൊ ഇത്തരം 2 കൃഷിയിടങ്ങളുണ്ടെങ്കിൽ കഷ്ടപ്പെടാൻ തയ്യാറാണെങ്കിൽ കേരളത്തിലെ ഒരുപാട് കൃഷിക്ക് സാധ്യതകളുണ്ട്. അപ്പൊ നേരെ വീട്ടിലേക്ക് പോവാം. കേരളത്തിലെ കൃഷി അനുദിനം റിസ്ക് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ നമ്മുടെയൊക്കെ ചെറുപ്രായത്തിലൊക്കെ മഴയുണ്ടായിരുന്നു, ഇതിനേക്കാളും കൂടുതൽ മഴയുണ്ടായിരുന്നു. പക്ഷേ ഇത്രയും വെള്ളക്കെട്ടില്ലായിരുന്നു. അന്നൊക്കെ ഒരു നിശ്ചയമായ സമയത്ത് എല്ലാം പെയ്ത് മാറും. പക്ഷേ ഇപ്പോൾ നമുക്ക് എപ്പോഴാണ് വെള്ളപ്പൊക്കം വരുന്നതെന്നും നമുക്ക് നിശ്ചയിക്കാൻ പറ്റാത്ത കാലഘട്ടമാണ്. അപ്പോൾ അവിടെയാണ് കേരളത്തിലെ കാർഷിക മേഖല എങ്ങനെയൊക്കെ നമുക്ക് ഡിസൈൻ ചെയ്ത് കൊണ്ടുപോകണമെന്ന് നമ്മൾ പറയുന്ന ഒരു അടിപൊളി വീഡിയോയാണ്. കഠിനമായ മഴ ആവശ്യം 8-നും പെയ്തുകൊണ്ടിരിക്കുമ്പോൾ 50 സെന്റ് സ്ഥലത്ത് നിന്ന് വിവിധയിനം കുറ്റിപ്പയർ ഇവിടെ വിളവെടുത്തോണ്ടിരിക്കുക കേട്ടോ. ഇളം പച്ചയും കരിമ്പച്ചയും ഉള്ള പയറാണ് വിളവെടുത്തോണ്ടിരിക്കുന്നത്. 50 മീറ്ററുള്ള വരമ്പാട്ടാ. അതിൻ്റെ സൈഡ് പാട് എല്ലായിടത്തും മഞ്ഞ ബന്തി കീട നിയന്ത്രണത്തിന് ഭാഗമായിട്ട് നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. 1 ഏക്കറിൽ 3ാമത്തെ വിളവ് വന്നത് പാവലാട്ടാ. 300 ചോടോളം ഉണ്ട്. 200 ചോട് ബേബി പടവളം. പാവലിൻ്റെയൊക്കെ ഇടയ്ക്കായിട്ട് നമ്മൾ കുക്കുംബർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ബീച്ചിൽ ഇത്ര നല്ല വിലയുണ്ടായിരുന്നു. ഇത് കണ്ട, ഇതൊക്കെ ഇവിടെ കായെടുത്ത് തുടങ്ങി. പക്ഷേ ഇവിടെയൊക്കെ ഇപ്പോഴും ഗ്യാപ്പ് നിൽക്കുന്നുണ്ട്. ഇവിടെ കണ്ട, നമ്മൾ 2ാമത് പോയെടുത്തൊക്കെ വീണ്ടും ചെടികൾ നട്ടുപിടിപ്പിക്കുന്നുണ്ട്. മഴക്കാലത്തും വേനൽക്കാലത്തും ഒരേപോലെ റിസ്ക് ഇല്ലാതെ ചെയ്യാൻ പറ്റുകയാണിത് വെണ്ട കേട്ടാ. ഇത് 55 ദിവസം മുതൽ കായാവും. വേറെ തോട്ടത്തിൽ വേറെ വെറൈറ്റി ആയിട്ടുണ്ട്. ഇവിടെ നമ്മൾ ചുവപ്പാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ 7ാമത്തെ വെറൈറ്റിയാണ് ഈ തോട്ടത്തിൽ ചെയ്യുന്നത്. മഴക്കാലത്തും വെള്ളക്കെട്ടില്ലാത്ത സ്ഥലത്ത് മത്തൻ കൃഷിയായിട്ട് പറ്റും. ഇപ്പോൾ ഓണക്കാലം അനുബന്ധിച്ചാണ് ഇവിടെ മത്തൻ കൃഷി ചെയ്തിരിക്കുന്നത്. എല്ലാ തോട്ടത്തിലും ഇത് 200 വെച്ച് നടും. മഴക്കാലത്തിന് പ്രത്യേകിച്ച് 20 to 30 ഇടക്ക് നാടൻ മത്തന് വില ലഭിക്കാറുണ്ട്. ഈ സൈഡിലും ബന്തി നട്ടുണ്ട്. ഈ തോട്ടത്തിലെ അവസാനത്തെ വിളയാട്ടാ ചൊരക്ക. ഒരു 1/2 കിലോ 3/4 കിലോ പരത്തിന് വിളവെടുക്കാമെങ്കിൽ ഡിമാൻഡ് ഉണ്ടാവും. മറ്റുള്ള സ്റ്റേറ്റിൽ നന്നായിട്ട് ഉപയോഗിക്കും. കേരളത്തിൽ ഉപയോഗം പൊതുവെ കുറവാണ്. പക്ഷേ അടിപൊളിയായിട്ട് കൃഷി ചെയ്യാൻ പറ്റും. പന്തലിട്ടും ചെയ്യാം, നിലത്ത് പടത്തും ചെയ്യാം. നിലത്ത് പടത്ത് ചെയ്യുന്നതാണ് എപ്പോഴും നമുക്ക് ലാഭകരമായിട്ട് ചെയ്യാൻ പറ്റും. വലിയ ചിലവില്ലാതെ ചെയ്യാൻ പറ്റും. കണ്ടാ, ഒരു 50 മൂട് ഈ തോട്ടത്തിൽ സൈഡ് പാട്ട് നട്ടുണ്ട് കേട്ടാ. ഇതിൻ്റെയൊക്കെ സ്റ്റാർട്ടിങ് സ്റ്റേജിൽ നമ്മൾ ചീരയും നട്ടുണ്ടായിരുന്നു കേട്ടാ. ഇതിപ്പം പറിക്കാതെ അങ്ങനെ നിന്ന് പോയതാണ്. അപ്പോൾ ഇത്തരം വിളകളാണ് നമ്മൾ ഒരു തോട്ടത്തിൽ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത്തരം വിളകൾ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഏതെങ്കിലുമൊക്കെ 1-2 ഐറ്റം ഡാമേജ് വന്നു. ഈ തോട്ടത്തിൽ പീച്ചിൽ ഡാമേജ് വന്ന് ഇത്തണം നട്ടായിരുന്നു. പക്ഷേ അടുത്ത ഐറ്റം വെച്ച് റൊട്ടേറ്റ് ചെയ്ത് പോകും. അതുമാത്രമല്ല ഒരു സ്റ്റാൻഡേർഡ് വില നമുക്ക് നിശ്ചയിച്ചൊക്കെ കടക്കാർക്കായാലും ഹോൾസെയിലൊക്കെ റീറ്റെയിലായിട്ടൊക്കെ നമുക്ക് കൊടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതാണ് ഒരു മോഡൽ കേരളത്തിൽ അനുകരിക്കാൻ പറ്റിയ മോഡലാണ്. മാത്രമല്ല ഇത്തരം കൃഷിയിടങ്ങൾ ഒന്ന് മാത്രമല്ല എനിക്കുള്ളത്. ചിലയിടത്ത് റിസ്ക് ഉള്ള സ്ഥലമാണെങ്കിൽ വെള്ളക്കെട്ട് മാത്രമുള്ള ചെറിയ സ്ഥലങ്ങളൊക്കെ ആണെങ്കിൽ വെണ്ട മാത്രം നമ്മൾ അത്യാവശ്യം കൃഷി ചെയ്യും. അത്യാവശ്യം നല്ല സേഫുള്ള തരത്തിലൊക്കെ ഇത്തരം വിളകൾ നമ്മൾ കൂടുതൽ നടും. അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ ഒരു മോഡൽ വരുന്നത്. അപ്പോൾ ഇത് അനുകരിക്കാവുന്ന ഒരു വ്യത്യസ്തമായ മോഡലാണ്. അപ്പോൾ ഇതൊക്കെയാണ് കുഞ്ഞു വിശേഷങ്ങൾ. ബൈ.